ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവാനിയാണ് രേണുകയുടെ സ്വർണം മോഷ്ടിച്ചത് എന്നുള്ള കാര്യം തെളിവ് സഹിതം നിധി എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ശിവാനി നിഖിലിനെ അടിച്ചതിന് പകരം വീട്ടുക തന്നെയാണ് നിധി ചെയ്തത്. അങ്ങനെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. അങ്ങനെ ശിവാനിയെ അടിച്ചതോടുകൂടി രേണുക പറയുന്നുണ്ട്, എന്തിനാണ് എൻ്റെ മോളെ നീ അടിച്ചത്? അവളല്ല തെറ്റ് ചെയ്തത് എന്നുള്ളത് നിനക്ക് അറിയില്ലേ? നിന്റെ നിഖിലാണ് എൻ്റെ ആഭരണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയത്. അതിനുള്ള തെളിവല്ലേ അവൻ്റെ ബാഗിൽ നിന്നും ഈ ഒരു മാല കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ആ സമയത്താണ് നിധി വീഡിയോ എടുത്തതെല്ലാം തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ശിവാനി സ്വർണം പണയം വെക്കുന്ന കടയിൽ കയറി ആഭരണം പണയം വെക്കുന്നതും എല്ലാം തന്നെ നിധി വീഡിയോ എടുത്തത് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഈ വീഡിയോ കണ്ടതോടുകൂടി ആകെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് നിധി പറയുകയാണ്, ഇവൾ ചെയ്ത തെറ്റ് ഇനി ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവൾ ഇനി ജയിൽ ശിക്ഷ അനുഭവിക്കുകയേ മതിയാവൂ. അതുകൊണ്ട് ഞാൻ പോലീസിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ശിവാനി ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഇനി കണ്ടില്ല എന്ന് വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശിവാനി ഇപ്പോൾ 6 മാസം ജയിലഴിക്കുള്ളിൽ തന്നെ ആവട്ടെ. ഞാൻ പോലീസിനെ വിളിച്ച് കാര്യം പറയാൻ ഒരുങ്ങുകയാണ് എന്ന് പറയുമ്പോൾ ശിവാനി പേടിച്ച് പതറി നിൽക്കുകയാണ്. നിധിയെങ്ങാനും പോലീസിനെ വിളിക്കുമോ എന്നുള്ള പേടിയിൽ പരിഭ്രമത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒന്നും പറയാൻ കഴിയുന്നില്ല. മകൾ തെറ്റ് ചെയ്തത് തെറ്റ് തന്നെയാണ്. അവളെ ഇനിയും വെറുതെ വിടാൻ കഴിയില്ല. അതുകൊണ്ട് അവൾ നിധി എന്താന്ന് വെച്ച് ചെയ്തോട്ടെ എന്നുള്ള ഭാവത്തിലാണ് അശോകൻ കേട്ടോണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആ രേണുകയ്ക്കും ഉത്തരം മുട്ടിപ്പോവുകയാണ്. രേണുകയും ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ നിധി പറയുകയാണ് നിഖിലിനോട്, നിന്നെ ഇവൾ വെറുതെയല്ലേ അടിച്ചത്? നീ ഒന്നും മോഷ്ടിക്കാതെ നിന്റെ പേരിൽ ഇവൾ പഴി ചാരാൻ വേണ്ടി നോക്കുകയാണ്. നീ മാല എടുക്കുകയോ പണയം വെക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത നിന്നെയാണ് ഇവൾ ഒരുപാട് അടിച്ചത്. അതുകൊണ്ട് ഇവൾ അടിച്ച അടി നീ തിരിച്ചു കൊടുക്കണമെന്ന് പറയട്ടോ. അപ്പോൾ നിഖിൽ പറയാം, അത് ചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറയണേ. അങ്ങനെ നിധി പറഞ്ഞതുപോലെ തന്നെ നിഖിൽ ശിവാനിയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അശോകൻ്റെ ഒക്കെ മുന്നിൽ വെച്ച് തന്നെയാണ് നിഖിൽ അടിക്കുന്നത്. പക്ഷേ അശോകനും കൂടെ സപ്പോർട്ട് ചെയ്യുകയാണ്. ശിവാനി ചെയ്ത തെറ്റിന് അവൾക്ക് ഇത് തന്നെയാണ് തിരിച്ചു കൊടുക്കാനുള്ള ശിക്ഷ എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോഴൊക്കെ രേണുകയ്ക്ക് ദേഷ്യം വന്നിട്ട് ഒന്നും പറയാനും കഴിയുന്നില്ല. രേണുക ഉത്തരം മുട്ടി നിൽക്കുകയാണ്. അങ്ങനെ നിധി ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ വേണ്ടി ഒരുങ്ങാൻ കേട്ടോ. ആ സമയത്ത് ചന്ദ്രി തടയുകയാണ്. മോളെ, വേണ്ട മോളെ, ഇത്തവണത്തേക്ക് നീ ക്ഷമിച്ചേക്ക്. കാരണം നീ നിന്റെ അമ്മാവനെ മാത്രം ഓർത്താൽ മതി. ശിവാനി ചെയ്ത തെറ്റിന് ഏട്ടൻ എന്ത് പിഴച്ചു? ഏട്ടനെ ഓർത്തിട്ടെങ്കിലും നീ ഇത് ക്ഷമിച്ചേക്ക്. നീ ഇത് പോലീസിനെ അറിയിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രി തടയുകയാണ്. അപ്പോൾ ചന്ദ്രിയുടെ വാക്ക് കേൾക്കുന്ന നിധി അത് അനുസരിക്കാൻ കേട്ടോ. ആ സമയത്ത് നിധി പറയുകയാണ് ശിവാനിയുടെ, കണ്ടില്ലെടി, ഇത്രയും മനസ്സലിവുള്ള എൻ്റെ അമ്മയുടെ മോനെ ആടി നീ അടിച്ചതും അവനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി നോക്കിയതും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കിയതും എല്ലാം നീ ചെയ്യാൻ നോക്കിയിട്ടും എൻ്റെ അമ്മ നിന്നോട് ക്ഷമിക്കുന്നത് കണ്ടില്ലേടി എന്ന് ശിവാനിയോട് പറയാണ്. ആ സമയത്തൊക്കെ ശിവാനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ നിധി ചോദിക്കുകയാണ്, അല്ല, നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ എന്തിനാണ് അത്രയും ആഭരണം നീ പണയം വെച്ചത്? എന്നിട്ട് ആ പൈസ എവിടെ? നീ ആർക്കാണ് ആ പൈസ കൊടുത്തത് എന്ന് ചോദിക്കാട്ടോ. ആ സമയത്ത് ശിവാനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നിന്നോടാണ് ചോദിച്ചത്, ഇതിന് നീ ഉത്തരം പറഞ്ഞേ മതിയാവൂ എന്ന് പറയുമ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അശോകൻ ചോദിക്കുന്നുണ്ട്, നിധി ചോദിച്ചതുപോലെ തന്നെ നീ എന്താണ് ആ പൈസ കാട്ടിയത്? നീ എന്തിനാണ് ആഭരണമൊക്കെ പണയം വെച്ചത്? അതിനുള്ള ഉത്തരം നീ പറഞ്ഞേ മതിയാവൂ എന്ന് പറയട്ടോ. അപ്പോഴും ശിവാനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് അശോകന് ദേഷ്യം വരികയാണ്. അങ്ങനെ ശിവാനിയെ അശോകൻ അടിക്കാൻ വേണ്ടി കൈ ഒങ്ങാൻ കേട്ടോ. എന്നിട്ട് അശോകൻ പറയണേ, നിന്നെ ഞാൻ അടിക്കുന്നില്ല, നിന്നെ അടിച്ചിട്ടും ഒരു കാര്യവുമല്ല. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ഇപ്പോൾ ഈ ചെയ്ത തെറ്റ് ഞാനിപ്പോൾ നിന്നോട് ക്ഷമിക്കുന്നു. നിധി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ക്ഷമിക്കുന്നത്. ഇനി ഞാൻ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ ക്ഷമിക്കുകയില്ല. നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്ത് തന്നെയായിരിക്കും. ഇങ്ങനെ ഒരു മകൾ എനിക്കുണ്ട് എന്ന് ഞാൻ ഓർക്കുകയില്ല. ഇനി നീ നിഖിലിനെയും ചന്ദ്രികയെയും എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിധി ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കുകയില്ല. അത് നീ ഓർമ്മയിൽ വെച്ചോ എന്നും പറഞ്ഞ് അശോകൻ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ നിധി പോവാൻ ഒരുങ്ങുന്ന സമയത്ത് ചന്ദ്രി പൊട്ടിക്കരയുകയാണ് കേട്ടോ. ആ സമയത്ത് നിധി ആശ്വസിപ്പിക്കുകയാണ്, എന്തിനാണ് അമ്മ കരയുന്നത്? അമ്മ എപ്പോഴും അമ്മയുടെ മക്കളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കണം. അമ്മയുടെ 2 മക്കളും ഒരു തരത്തിലും ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള അഭിമാനം അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടാവണം. അത് അമ്മയ്ക്ക് ആരുടെ മുഖത്ത് നോക്കിയും ധൈര്യമായിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക.
കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിധി പറയുകയാണ്, ഇനി അമ്മ കരയരുത്, കരയാൻ നിന്നാൽ അതിന് തന്നെയാണ് നേരം കാണുകയുള്ളൂ. അമ്മ കരയുന്നത് കാണാൻ വേണ്ടി മറ്റുള്ളവർ അതിനുള്ള സാഹചര്യങ്ങൾ കൂട്ടി ഒരുക്കി തരികയോ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അമ്മ ഇനി എന്ത് സാഹചര്യം വന്നാലും അമ്മ കരയരുത്. എല്ലാവരുടെയും മുന്നിൽ തൻ്റെ ഇടത്തോടു കൂടി പ്രതികരിച്ച് നിൽക്കാനുള്ള കഴിവ് അമ്മയ്ക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നിധി ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് ചന്ദ്രികയ്ക്ക്. പിന്നീട് ഗൗതം ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഗൗതമിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അപ്പോൾ ആ മെസ്സേജ് നോക്കുന്ന സമയത്ത് ഗൗതമിന് നിധിയാണ് ആ മെസ്സേജ് അയച്ചത് എന്ന് മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ ഗൗതം ആ മെസ്സേജ് നോക്കുന്ന സമയത്ത് നിധി ലൊക്കേഷൻ മാപ്പ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തിനാണ് നിധി മാപ്പ് ഇട്ടിട്ടുള്ളത്, എന്താ ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ സമയത്താണ് നിധി വീണ്ടും ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ആ മെസ്സേജ് ഗൗതം കേൾക്കുകയാണ്. അപ്പോൾ നിധി അതിൽ ആകെ പേടിച്ച് പരിഭ്രമിച്ച് കരഞ്ഞതുപോലെയാണ് കേട്ടോ സംസാരിക്കുന്നത്. എന്നെ ഗൗതം എത്രയും പെട്ടെന്ന് വന്ന് രക്ഷിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൊക്കേഷൻ മാപ്പ് അയച്ചിട്ടുള്ളത്. എന്നെ കുറച്ച് ആളുകൾ ചേർന്ന് തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്, എന്നെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അവർ കാണാതെയാണ് ഞാൻ ഈ ലൊക്കേഷൻ മാപ്പ് അയക്കുന്നത്. യൂണിയൻ ലീഡറുടെ ആളുകളാണ്, എത്രയും പെട്ടെന്ന് ഗൗതം എന്നെ രക്ഷിക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് കാണുന്ന സമയത്ത് ഗൗതം ആകെ അങ്ങ് പേടിച്ചു പോവുകയാണ്. അങ്ങനെ ഗൗതം ഒന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ കാർ എടുത്തുകൊണ്ട് ലൊക്കേഷൻ മാപ്പ് വഴി അവിടേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെയൊക്കെ തിരഞ്ഞു നോക്കുകയാണ്. ആ സമയത്ത് ഗൗതം നിധി എന്ന് പറഞ്ഞിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴൊന്നും നിധിയെ കാണുന്നില്ല. അങ്ങനെ ഗൗതം പരിഭ്രമിച്ചുകൊണ്ട് അവിടെയൊക്കെ തെരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗൗതമിൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്ക് ഒരു പന്ത് ഉരുണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ആ പന്ത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ള നോക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിന്നും നിധി വരുന്നത്. അങ്ങനെ നിധി ഗൗതം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. എന്നിട്ട് ഗൗതമിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗതം ചോദിക്കുകയാണ്, എന്താ ഉണ്ടായത് നിധി, നിന്നെ ആരാണ്, യൂണിയൻ ലീഡറാണോ നിന്നെ തട്ടിക്കൊണ്ടുവന്നത്, എന്നിട്ട് അവരെവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. എന്താ നിധി നീ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഗൗതമിനെ ഒന്ന് പരീക്ഷിച്ചതാണ്, എന്നെ തട്ടിക്കൊണ്ടുപോയാൽ ഗൗതമിൻ്റെ പ്രതികരണം എങ്ങനെ ആയിരിക്കും എന്ന് കാണാൻ വേണ്ടി ഞാൻ ഒരു ടെസ്റ്റ് ഇട്ടതാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഗൗതം പറയണേ, ഇങ്ങനത്തെ ടെസ്റ്റൊന്നും ഇനി മേലിൽ ഇട്ടു പോകരുത്, എൻ്റെ നല്ല ജീവൻ പോയി എന്ന് പറയുമ്പോൾ നിധി ഗൗതമിനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗതമിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുകയാണ്. അപ്പോൾ നിധി പറയുകയാണ്, ഈ ഹാർട്ട് ബീറ്റ് പറയുന്നത് നിധി നിധി എന്ന് തന്നെയാണ് എന്ന് പറയട്ടോ. അങ്ങനെ നിധി പറയുകയാണ്, അല്ല ഗൗതമിന് എന്നോട് ദേഷ്യം വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്തിന് ഞാൻ നിന്നോട് ദേഷ്യപ്പെടണം, നീ തന്നെയുണ്ടല്ലോ ഒരുപാട് ദേഷ്യം ചുമന്ന് നടക്കുന്ന ആള്, പിന്നെ എന്തിനാണ് ഭാര്യയും ഭർത്താവും ഒരുപോലെ ദേഷ്യപ്പെടുന്നത്, ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ദേഷ്യപ്പെടാൻ പാടില്ല. ഒന്നല്ലെങ്കിൽ ഭാര്യ ദേഷ്യപ്പെടുന്ന സമയത്ത് ഭർത്താവ് ശാന്തനായിരിക്കണം, അതല്ല ഭർത്താവ് ദേഷ്യപ്പെടുന്ന സമയത്ത് ഭാര്യ ശാന്തമായിട്ടിരിക്കണം. അല്ല, രണ്ടുപേരും ഒരുപോലെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ജീവിതം പിന്നെ അധികമൊന്നും മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതം നിധിയോട് ശാന്തമായിട്ട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ നിധി ഗൗതമിനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് നിധിയോട് ഗൗതം ചോദിക്കുകയാണ്, അല്ല പ്രണവിൻ്റെ പിറന്നാളായിട്ട് നിന്റെ വീട്ടിലുള്ളവരെയൊക്കെ വിളിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, അതിന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഗൗതം, പക്ഷേ അവരെ വിളിക്കുന്ന സമയത്ത് അമ്മാവനെ മാത്രം വിളിക്കാൻ കഴിയില്ലല്ലോ, കാരണം ശിവാനിയും അമ്മായും കൂടി അവിടെ ഉള്ളതല്ലേ, അവരെങ്ങാനും ഈ ഫംഗ്ഷന് വന്നു കഴിഞ്ഞാൽ പിന്നെ വസുന്ധര മേഡത്തിൻ്റെ കൂടെ കൂടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ടാണ് എനിക്ക് വിളിക്കാൻ മടി എന്ന് പറയുമ്പോൾ, നീ ഇപ്പോഴും അമ്മയെക്കുറിച്ച് പറയുന്നത് വിട്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെ വിടും, അങ്ങനത്തെ പ്രവൃത്തികളല്ലേ അവർ ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്നത് എന്ന് പറയണേ. അപ്പോൾ വീണ്ടും ഗൗതം പറയാം, അത് വിട്ടേക്ക് എന്ന് പറയണം. എന്ന് കരുതിയിട്ട് ഇപ്പോൾ അമ്മാവനെ ഒഴിവാക്കാനൊന്നും കഴിയില്ല, നമുക്ക് നിന്റെ വീട്ടിൽ പോയിട്ട് അവരെ എല്ലാവരെയും ക്ഷണിക്കാം, അതിൻ്റെ മുന്നേ കുറച്ച് ഡ്രസ്സ് എടുത്തുകൊണ്ട് പോവാം എന്ന് പറഞ്ഞ് നിധിയും ഗൗതമും കൂടി അവർക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് നേരെ നിധിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഡ്രസ്സുമായിട്ട് ചെല്ലുകയാണ്. അശോകനും രേണുകയ്ക്കും ശിവാനിക്കും നിഖിലിനും ചന്ദ്രികയ്ക്കും ഒക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ സന്തോഷത്തോടു കൂടി അവരവിടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഇവരെ കാണുന്ന സമയത്ത് ചന്ദ്രികയൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പ്രണവിൻ്റെ ബർത്ത്ഡേയുടെ കാര്യം പറയുകയാണ്. അങ്ങനെ ഇവർക്കുള്ള ഡ്രസ്സ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒപ്പം തന്നെ രേണുകയും ശിവാനിയും നിൽക്കുന്നുണ്ടാവും, പക്ഷേ അവരെ മൈൻഡ് ചെയ്യുക പോലും ചെയ്യുന്നില്ല ഗൗതം. ആ സമയത്തൊക്കെ അവർക്കിങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഗൗതമും നിധിയും ഞങ്ങളെ കണ്ടിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല, പ്രണവിൻ്റെ പിറന്നാളായിട്ടൊന്ന് വിളിക്കുന്നത് പോലുമില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ അവരെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രിക അവർക്കുള്ള ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നിധിയെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഗൗതമും നിഖിലും അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ രേണുകയും ശിവാനിയും കൂടി
റൂമിൽ പോയ ശേഷം പറയുകയാണ്, കണ്ടില്ലേ ചന്ദ്രിക എന്തോ ഒരു ആവശ്യം പറയാൻ വേണ്ടിയിട്ടാണ് നിധിയുമായിട്ട് അടുക്കളയിലേക്ക് പോയിട്ടുള്ളത്. നമ്മളെ ഒന്ന് ക്ഷണിക്കുക പോലും ചെയ്തില്ല. പിന്നെ നമ്മൾ രണ്ടുപേരും അവിടെ നോക്കുകുത്തികളായി നിന്നിട്ട് പോലും നമുക്കുള്ള ഡ്രസ്സ് പോലും അവർ വാങ്ങാതെയാണ് വന്നിട്ടുള്ളത്. എന്ത് അഹങ്കാരമാണ് ആ നിധിക്കും ഗൗതമിനും എന്നൊക്കെ രേണുക ശിവാനിയോട് പറയാണ്. അപ്പോൾ ശിവാനി പറയണ, അവൾ ഏതുവരെ പോകുമെന്ന് നമുക്ക് നോക്കാം. ഗൗതമിൻ്റെ കൂടെ അവൾ എത്ര കാലം ജീവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതുവരെ അവൾ അഹങ്കരിക്കട്ടെ അമ്മയെന്ന് രേണുകയോട് പറയുകയാണ്. ഈ സമയത്ത് ചന്ദ്രിക നിധിയോട് പറയുകയാണ്, അല്ല മോളെ, ഏട്ടത്തിയെയും ശിവാനിയെയും ക്ഷണിക്കേണ്ടതല്ലേ? അവരെ ക്ഷണിക്കാൻ പറയാനും എനിക്ക് പേടിയുണ്ട്. കാരണം ശിവാനി എപ്പോഴും വസുന്ധര മേഡത്തിനെ വിളിച്ച് ഫോണിലൂടെ ഓരോ കാര്യങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഇനിയിപ്പോൾ പ്രണവിൻ്റെ പരിപാടിക്ക്, ബർത്ത്ഡേ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന് എനിക്ക് നല്ല പേടിയുമുണ്ട് മോളെ എന്ന് പറയാണ്. അപ്പോൾ നിധി പറയാണ്, ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, അതിനൊക്കെ ഉള്ള വഴി ഞാൻ തന്നെ നോക്കിക്കോളാം അമ്മേ എന്ന് കരുതിയിട്ട് അവരെ ഇപ്പോൾ വിളിക്കാതിരിക്കാൻ കഴിയില്ല. അമ്മാവന് എന്താ അതൊരു വിഷമമാവില്ലേ, അതുകൊണ്ട് അവരെ വിളിക്കാം എന്ന് പറയാണ്. അപ്പോഴാണ് അവിടേക്ക് ഗൗതം വരുന്നത്. അങ്ങനെ ഗൗതം ചന്ദ്രികയോടൊക്കെ സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് പറയണേ, നീ മോനെ അവിടെ പോയിരുന്നോ, ഞാൻ ഇതാ ചായ എപ്പോൾ ഇട്ടുകൊണ്ട് വരാം എന്ന് പറയണേ. അപ്പോഴത്തേക്കും രേണുകയും ശിവാനിയും കൂടി ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് കേട്ടോ, ഇവരൊക്കെ എന്താണ് ഈ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചന്ദ്രി ഗൗതമിനോടും നിധിയോടും ചേർന്ന് പറയുകയാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കാതോർത്ത് ഇരിക്കുകയാണ് എന്ന് പറയട്ടോ. അപ്പോൾ ചന്ദ്രി പറയുന്ന കാര്യം എന്താണെന്നുള്ളത് നിധിക്കും ഗൗതമിനും മനസ്സിലാവുകയാണ്. ഒരു കുഞ്ഞിനെ വേണം എന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവാൻ കേട്ടോ. ആ സമയത്ത് ഗൗതം നിധിയെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെറിയൊരു റൊമാൻസ് പോലെ കാണിക്കുന്ന സമയത്ത് ശിവാനിക്കും രേണുകയ്ക്കും അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ അവരവിടുന്ന് ദേഷ്യത്തോടു കൂടി പോവുകയാണ്. എന്നിട്ട് ശിവാനി രേണുകയോട് പറയണം, അവളുടെ ഒരു റൊമാൻസ്, അതും എൻ്റെ വീട്ടിൽ വെച്ച് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ശിവാനി പറയട്ടോ. ആ സമയത്താണ് അവിടേക്ക് നിധി വരുന്നത്. എന്നിട്ട് നിധി ശിവാനിക്കും രേണുകയ്ക്കും ഡ്രസ്സ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കുമുണ്ടോ ഡ്രസ്സ് എന്ന് ചോദിക്കുമ്പോൾ, പിന്നല്ലാതെ നിങ്ങൾ ഓർക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ ഡ്രസ്സ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ബർത്ത്ഡേക്ക് വരണം, പ്രണവിൻ്റെ ബർത്ത്ഡേ അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ശിവാനി, നിന്നോട് ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നു, അവിടെ വന്ന് വല്ല അലമ്പും കാണിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല. പാറുവിൻ്റെ സ്വർണമെല്ലാം മോഷ്ടിച്ചതിൻ്റെ എല്ലാ വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്, ഈ ഫോണിൽ ഭദ്രമായിട്ട് തന്നെ ഉണ്ട്. അത് ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയും പോലീസിനെ അപ്പോൾ തന്നെ വിളിക്കുകയും നിന്നെ കൈയോടെ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യും. അത് ഓർമ്മയിൽ വെച്ചിട്ട് മതി നീ അവിടേക്ക് വരല് എന്ന് ശിവാനിയോടും രേണുകയോടും ഭീഷണി സ്വരത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ശിവാനിയും രേണുകയും ഒന്ന് പതറി നിൽക്കുകയാണ്.